അതിപ്പം ഞാനിപ്പോൾ 2 years ആയിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് ഇപ്പം മിനു ഇടയ്ക്കാണെങ്കിലും എല്ലാം വരും നമ്മൾ പുറത്ത്. ഇനിയിപ്പോൾ ഞാൻ പോകുന്നതുകൊണ്ട് പോയി കഴിഞ്ഞാൽ മിനുവിന് പിന്നെ അത് മിസ് ചെയ്യും. അതാണെന്ന് തോന്നുന്നു മിനു പോകണ്ട അതാണ് സത്യം. അതാണ് സത്യം. അപ്പം നിങ്ങൾ ഭയങ്കര സ്നേഹം ഒന്നുമല്ല, തല്ല് പിടിച്ചാന്നേലും അയാൾ എല്ലാ ആഴ്ചയും തരും. നിന്നെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വരും. അത് ഒരു വട്ടം ഞങ്ങൾ ഭയങ്കര വഴക്കുണ്ട്. എന്നിട്ട് ഒരു വട്ടം വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണം, നോക്കാം കാണിച്ചാ സാധനം കൈ കാണിച്ചേ ചാറ്റ് ഓടിച്ചേ. അപ്പോൾ എന്നോട് പറയാം നോക്കിയത്. അപ്പം ഞാൻ ചോദിക്കാം എന്താ ഈ കുത്തി വെച്ചേക്കണം. ഞാൻ ചോദിച്ചാൽ അയ്യേ എന്താ ഇത്. അപ്പം മിനു പറയും ലിപിക്ക് മനസ്സിലായില്ല. ഞാൻ പറയും എനിക്കൊന്നും മനസ്സിലായില്ല, എന്തുവാ ഇത് എന്നാ പറയും. അത് A for അദ്വൈക്കും L for ലിബി എന്നത് എല്ലാവർക്കും മനസ്സിലാവും, നിനക്ക് മാത്രമല്ല. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്നോ ഞാൻ കളിയാക്കി കിട്ടും എന്ന് പറയും. ഞാൻ നാളെ നിങ്ങളുടെ B for വിനോദം എഴുതുന്ന സമ്മതിക്കുന്നു. എനിക്ക് ടാറ്റു അടിക്കണമെന്നുണ്ട്. ചെറിയൊരു ടാറ്റു F for അദ്വൈൻ്റെ അടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓം ശിവ അങ്ങനെ ഹിന്ദി എൻ്റെ കയ്യിൽ ഇങ്ങനെ ടാറ്റു അടിക്കണം. എന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു പാട്ടിലൊരു രുദ്രാക്ഷത്തിൻ്റെ ഇതോ ഓം അങ്ങനെ ചെയ്യണം എനിക്ക് ഭയങ്കര. പക്ഷെ വേദന ഓർക്കുമ്പോഴൊരു ഇതാണ് ഞാനിങ്ങനെ അയ്യോ ഭയങ്കര അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നു. നോക്കണം ഇപ്രാവശ്യം ചെയ്യാൻ പറ്റും. വിനുവിൻ്റെ ഒരു ഫ്രണ്ട് ഇന്നാൾ ഇവിടെ ചെയ്തത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ല A for അദ്ദു L for ലിബി അല്ല, അതിന് മുമ്പ് ഇങ്ങനെ ഒരു ചെയിൻ പോലെ ഇതിൻ്റെ പേരെന്താ വിനു പറയുന്നത്? ഇത് ബാൻഡ്. ഇത് നല്ല, അതും 500 dirhams ആയുള്ളൂ. നാട്ടിൽ ഞങ്ങൾ വിളിച്ചു ചോദിച്ചപ്പം 18,000 മേളിലോട്ട് അവർ പറഞ്ഞു ഈ ഫോട്ടോ അയച്ചു. അപ്പോൾ അവിടെ വിനുവിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു 500 dirhams ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വിനുവിൻ്റെ ഒരു ഫ്രണ്ട് ഉമൽക്കോയിനിൽ അവനൊരു ടാറ്റു സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അടിച്ചു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് പൈസയ്ക്ക് അടിക്കുമായിരിക്കും. അതെന്താ ഇപ്പം അവനിവിടെ അപ്പം ദുബായിലാ വേറെ സ്ഥലത്ത് പോയി ചെയ്യണം. അപ്പം എനിക്ക് ചെയ്യണം എന്തായാലും. ഞാൻ പേരും അങ്ങനത്തെ സാധനമൊന്നും എടുത്തില്ല. ഞാൻ അതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. കുറേ നാളത്തെ ആഗ്രഹമാണ്. പിന്നെ ഈ ചെറുതടിച്ചപ്പോൾ തന്നെ ഞാൻ മയങ്ങി വീണുകൊണ്ട് മനസ്സൊന്നും ഓക്കെ സ്ട്രെങ്തിൻ വന്നതിന് എന്തെങ്കിലും പെയിൻ പോകാനുള്ള എന്തെങ്കിലും ഇപ്പോൾ തേച്ചിട്ടാണോ അവർ ചെയ്യുന്നത് മരവിപ്പിച്ചിട്ട്? അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നാട്ടിലേക്കാട്ടിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് പിന്നൊരു പരിചയമുള്ളതുകൊണ്ടാണ് അവനത് കുറച്ച് ചോദിച്ചത്. അപ്പോൾ അത് നോക്കണം. ഇപ്പോൾ ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അടിച്ചു വിട്ട് വിനുവിന് KFC കഴിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല, വിനു എന്നെ നിർബന്ധിക്കുന്നുണ്ട്.